ഡെസ്റ്റിനേഷനിൽ പോവാണ്. എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു സ്ഥലം. പബ്ലിക്കായിട്ട് എല്ലാവരും എല്ലാം ചെയ്യും, പക്ഷേ ഇവിടെ കണ്ടത് ബോഡിയൊക്കെ കിടക്കുന്നു. സോ ഗായ്സ്, ഫൈനലി ഞാൻ എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഞങ്ങളൊരു 1 year ആയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്, ഞാനും എൻ്റെ കസിൻസും ഒക്കെ കൂടിയിട്ട്. സോ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഷാർജ എയർപോർട്ടിൽ പോവുകയാണ്. അങ്ങോട്ട് ഷാർജയിൽ നിന്ന് മാത്രമേ ഫ്ലൈറ്റേ ഉള്ളൂ, അതും ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. സോ സ്ഥലം ഏതാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്ന? ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഏറ്റവും ഇന്ത്യയിലെ എന്നല്ല, വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഇന്ത്യയിലോട്ടാണ് പോകുന്നതെന്ന്. യെസ്, ഞാൻ ഇന്ത്യയിലെ ഒരു സ്ഥലത്താണ് പോകുന്നത്. കുറേ ആയിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആയി നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്ന് പറയുമ്പോൾ അതെൻ്റെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവാൻ പറ്റുന്ന സ്ഥലമാവണം, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോ ഞാൻ അതിന് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഇനി ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ജസ്റ്റ് 5 days മാത്രമേ ഉള്ളൂ. 5 days അവിടെ പോയി എല്ലാം ഒന്ന് കണ്ട് മൈൻഡൊക്കെ സെറ്റ് ചെയ്ത്. പക്ഷെ എനിക്ക് ആകെ ഇപ്രാവശ്യം പൊതുവേ ഈ നാട്ടിൽ പോക്കും വരവും ഇതെനിക്ക് ഭയങ്കര യൂസ്ഡ് ആണ്, ഞാൻ എപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇപ്രാവശ്യത്തെ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് എൻ്റെ സൂക്കീനെ ഒറ്റയ്ക്കാക്കി പോകുന്ന. സൂക്കീനെ കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ സൂക്കീനെ വിട്ട് ഒരു യാത്ര പോകുന്നത്. മറ്റേത് 2-3 മണിക്കൂർ അവളെ ഇതാക്കി പോയാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി തിരിച്ചു വരുമ്പോൾ. സോ ഒരുപാട് നാളുകൾക്ക് എന്ന് വെച്ചാൽ 5 days, പിന്നെ നാട്ടിലൊരു 10 days ആണ്. ഈ 10 days എന്ന് പറയുന്നത് വലിയൊരു, അവളെ സംബന്ധിച്ച് വലിയൊരു കാലയളവ്, എന്നെ സംബന്ധിച്ച് അതിലും വലിയ സമയം. അത് മാത്രമേ എനിക്കൊരു പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം എക്സൈറ്റഡ് ആണ് ഞാൻ. പക്ഷെ ഈ ഒരു പാർട്ടിൽ മാത്രം കുറച്ച് വിഷമമുണ്ട്. എന്തായാലും നോക്കാം. ഫൈനലി എന്ന് പറയാൻ കാരണം എൻ്റെ കസിൻസ് ഇവിടെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വാരണാസിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു വർഷത്തെ പ്ലാനിങ്ങിന് ശേഷം ഫൈനലി വാരണാസി എത്തിക്കാണ്. ഇപ്പൊ ഇന്ത്യൻ സമയം 6 o'clock. സോ ഇന്ന് ഞങ്ങൾ കുറച്ച് വാരണാസി എന്താണെന്ന് പഠിക്കട്ടെ. സോ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് പതുക്കെ കാണാം. വാരണാസി എയർപോർട്ടിൽ നിന്നിട്ട് നമുക്ക് പെട്ടെന്നൊന്നും എത്താൻ പറ്റില്ല. 1 hour ട്രാവലിംഗ് ഉണ്ട്. കാരണം ഞാൻ വിചാരിച്ചു വാരണാസി എന്ന് പറഞ്ഞപ്പോൾ വാരണാസി ഇറങ്ങി അവിടെ തന്നെ വാരണാസി അതിന്റെ ചുറ്റുപാടാവും നമ്മുടെ റൂം എന്നുള്ളത്. പക്ഷെ ഈ ഘാട്ടൊക്കെ ഉള്ളത് ഇവിടുന്ന് 1 hour, അതായത് എയർപോർട്ടിൽ നിന്ന് 1 hour ആണ്. അപ്പൊ നിങ്ങൾ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തൊട്ടടുത്തുള്ള ഓൾറെഡി എന്റെ കസിൻസ് ഒക്കെ നേരത്തെ എത്തിയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അവർ നേരെ പോയി റൂമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കസിൻ അയ്യോ കറക്റ്റ് ഇരുട്ടായി. ഇത് ആഷി, ഇവൻ ഇവിടെ ഇനി സന്യാസി ആവാൻ തീരുമാനിച്ചിട്ട് താടിയൊക്കെ വളർത്തി വന്നതാണ്. ഇവൻ അഘോര ആവാൻ തീരുമാനിച്ചു. ഇത് വംശി, ഇത് ഭവാനി എന്റെ സിസ്റ്ററാണ്. സോ ഇനി 3 പേരുണ്ട്. അവര് റൂമിലാണ് ഓൾറെഡി. അപ്പോ നമുക്ക് ഇന്ന് ഞങ്ങൾ ഓൾറെഡി നല്ല ഇപ്പൊ എത്ര കിട്ടണ ബജി പോവാ? ടൈം 6:30 ആണ്. 6:45. എന്നിട്ട് ഭയങ്കര ഇരുട്ടാണ് അവിടെ. അപ്പോ നോക്കാം, ഇന്ന് രാത്രി ഞങ്ങൾ ബാക്കി കറങ്ങാനാണ്. സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം അവിടുത്തെ ഒരു തിരക്ക് എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് ഈ നമ്മുടെ ഡ്രൈവർ എന്നെ പുറത്തിറങ്ങിപ്പോയി ബഹളം വെക്കുന്നു, എല്ലാവരും ഫ്രണ്ടിലുള്ള വണ്ടീനെ വഴക്ക് പറയുന്നു, വേഗം എടുക്കാൻ പറയുന്നു. സത്യം പറഞ്ഞാൽ അവിടെ പോലീസ് എന്ന് പറയുന്നത് പേരിന് മാത്രമാണ് എന്നുള്ളത് തോന്നിപ്പോയി. ട്രാഫിക് പോലീസ് കേട്ടോ. കാരണം അവരുടെ കൺട്രോളിലല്ല ഒന്നും നടക്കുന്നത്. നമ്മൾ നേരെ പോകുന്ന ഒരു 1 way ആണെങ്കിൽ പോലും അവിടെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. അങ്ങനെ ഒരുപാട് അവിടുത്തെ യാത്ര, അതായത് വണ്ടിയിലെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും പേടിച്ച് നടക്കേണ്ട ഒരു കാര്യമാണ്. നേരെ മറിച്ച് നടക്കാൻ അത്ര പേടിയില്ല, വണ്ടിയിലെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കണം. അത്രയും ബ്ലോക്കും 1 മണിക്കൂറിന്റെ യാത്ര ഞങ്ങൾ ഓൾമോസ്റ്റ് 2.5 കഴിഞ്ഞു. ഞങ്ങൾ അത്രയും നേരമായിട്ട് വണ്ടിയിൽ തന്നെ എങ്ങനെ ഇരിക്കുക. സോ അങ്ങനെ ഞങ്ങൾ ഫൈനലി റൂമിലെത്തി. ഞങ്ങൾ 1 മണിക്കൂർ എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ബ്ലോക്ക് കാരണം ഇപ്പൊ ടൈം കിട്ടണ 9:05 ഞങ്ങൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് 6:45 ഞങ്ങൾ 1 മണിക്കൂറും കൊണ്ട്, എന്ന് വെച്ചാൽ 7:45 എത്തുന്ന പറഞ്ഞു. പക്ഷെ 9:05 എത്തിയപ്പോ പകുതിക്ക് ഞങ്ങൾ ഇറങ്ങി നടന്നു. ശരിക്കും ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വൃത്തിയായിട്ടൊരു യാത്ര
ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, അത്ര ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട്, ഇതാണ് ഞങ്ങളുടെ റൂം. ഒരു 3 പേർക്ക് പറ്റിയ റൂമാണ്, ഒരു കുഞ്ഞു റൂമാണ് നമ്മൾ എടുത്തത്. കാരണം നമ്മൾ ഈ റൂം എടുക്കാനുള്ള ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഘാട്ടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ നമുക്ക് വോക്ക് ചെയ്തിട്ടൊക്കെ പോവാം, രാത്രി കറങ്ങാൻ പോവാം. ഈ റൂമൊക്കെ കിട്ടണ റെന്റ് 1500 രൂപയാണ് ഒരു ദിവസം. കാരണം നമ്മൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ് നോക്കുന്നത്. ഈ ഘാട്ടിന്റെ അടുത്താണെങ്കിൽ ഇവിടെ നോക്കാം. ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് റൂമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ തരാം, കാരണം നിങ്ങൾ ഇനി വരുന്നുണ്ടെങ്കിൽ. സോ ഫസ്റ്റ് ഞാൻ എന്തിനാ പറയാ റൂമിൽ വന്നപ്പോൾ തന്നെ ഇത് ചെയ്യുന്നത്. ഞാൻ റൂമിൽ എന്റെ സിസ്റ്റർ ആട്ടോ ഭവാനി, പിന്നെ ഭവാനിയുടെ ഫ്രണ്ടാണ് ഇത് വംശി, നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ. പിന്നെ കൗശിക്കാണ് അതിന്റെ വീഡിയോ എടുക്കുന്നത്. കാരണം ഇവരും രണ്ടുപേരും ഇവിടെ നിൽക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ കണ്ടു, ഭവാനി എനിക്കൊരു ഇത് കണ്ടു. ഇവർക്കൊന്നും മലയാളം അറിയില്ല, ഇവര് വെറും ചിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ മലയാളം തീരെ അറിയില്ല. സോ ഇവള് എനിക്കൊരു ഗിഫ്റ്റ് തന്നു, കണ്ട ഈ വിളയുടെ. സോ ഞാൻ വേറെ ഒരു ഓർണമെന്റ് യൂസ് ചെയ്യില്ല, പക്ഷെ ഇവിടെ വന്ന ഇടാൻ കുറെ സാധനം കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വിളയി കിട്ടുവാണ്. ഓൾറെഡി എനിക്കൊരു ഇവളയുണ്ട്. അപ്പൊ ഞങ്ങള് വാരണാസി വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. കാണുന്നില്ല ദൈവമേ. ഇവർക്കാർക്കും മലയാളം അറിയില്ല കേട്ടോ, ഞങ്ങൾ ഹിന്ദിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ. ഇനി ഞങ്ങള് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് രാത്രി ഇറങ്ങാനുള്ള പ്ലാനാണ്. എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. डालने के लिए नहीं होता इसको, कितना टाइम ब्लॉग सब तुम लाके खत्म करेगा? मेरे को नहीं आते नेल से नहीं, कोई भी आके हेल्प करे. अच्छा ഈ വീഡിയോ എടുക്കുന്ന ആളുടെ കാല് കടയുന്നുണ്ട്, അങ്ങനെ കുനിഞ്ഞിരുന്നൊക്കെ വീഡിയോ എടുക്കുന്നത്. तुमको हाथ दर्द होता है क्या? नहीं दर्द होना है, क्योंकि 5 days हम लोग का इसी करना है. ബാഗുനാറാ ചോദിക്കുന്നത് സുഖാണോ എന്ന് തെലുഗുവില്. എനിക്ക് തെലുഗു അറിയാം കേട്ടോ, പക്ഷെ സംസാരിക്കാൻ അറിയില്ല. പക്ഷെ കേട്ടാ എനിക്ക് കംപ്ലീറ്റ് അറിയാം. സംസാരിക്കാനും బాగున్నావా మీరు ఏం చేస్తారు మరంగేటి సంస్కృతి അതൊക്കെ അറിയാം. സോ ഫൈനലി അങ്ങനെ ഞങ്ങൾ ഇത് ഇട്ടിട്ടുണ്ട് പൊളി. സോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം തോടെ ദിക്കാവാസി വൃത്തിയൊന്നും ആക്കിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പെട്ടിയും കൂടുതൽ നിരത്തിയിട്ടേക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി പുറത്തിറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള ഇതൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ എന്തായാലും പുറത്തിറങ്ങും, കാരണം ഈ 5 ദിവസം ഉറങ്ങില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് വാരണാസിയിൽ. നോക്കി എന്തൊരു ക്രൗഡാണ് ഇവിടെ. വേറൊരു പ്രത്യേകത കൂടി, ഇത്രയും ആൾക്കാർ ഇരിക്കുന്നത്. കിധർ നായക वहाँ पर लेक होता है। कौन सा लेक? ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കില് ഇവരൊക്കെ കുളിക്കുക. ഇവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, പിന്നെന്താണ്, കുട്ടികളില്ലാതിരിക്കുകയാണെങ്കിൽ ആ ലേക്കിൽ കുളിക്കുകയാണെങ്കിൽ അതിന് പരിഹാരം കിട്ടുന്ന. വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. നോക്കി എന്തൊരു ക്രൗഡ്. ഇവരൊക്കെ ആ ലേക്കിൽ കുളിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരാ. സോ ഞങ്ങൾ ആക്ച്വലി ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ മണിഘാട്ടില് പോകും അല്ലെ, മണികർണ ഘാട്ടില്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. വേഗം പോയി ഫുഡ് കഴിക്കും. ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ബാലാജി റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഗാർലിക് നാനാണ്. ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. ഞങ്ങളപ്പോൾ മണികർണ ഘാട്ടിലേക്ക് പോവാണ്. സോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ നേരത്തെ ഈ കുളിക്കാനുള്ളവരാണ് നിൽക്കുന്നത്. ഇങ്ങനെ കുളിച്ചാൽ നല്ലതാന്നാണ് പറയുന്നത്. സോ അതിനുള്ള ആൾക്കാരുടെ ക്യൂ ആ. ഇത് ഇത്രയും നല്ല കേട്ടോ, ക്യൂ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. സോ ഞങ്ങൾ മണികർണ ഘാട്ടിലേക്ക് വോക്ക് ചെയ്യാണ്. 1/2 മണിക്കൂറാണ് ഞങ്ങൾക്ക് സ്ഥലം, 2.5 കിലോമീറ്റർ 1/2 മണിക്കൂർ. സോ കണ്ടിട്ട് വരാം. മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഞങ്ങൾ എത്തിയിട്ടില്ല. ഇനി ഞങ്ങൾക്ക് 5 മിനിറ്റ്സും കൂടി നടക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് മണിഘാട്ടിലോ എന്താണ് മണികർണ ഘാട്ടിലോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ഈ കാശി വിശ്വനാഥ ടെമ്പിള് കാണുന്നത്. ഇതാണ് നമ്മുടെ കാശി വിശ്വനാഥ ടെമ്പിള്. ഇപ്പൊ ക്ലോസ് ചെയ്തേക്കുവാണ്. നമ്മൾ എന്തായാലും വരുന്നുണ്ട്, മോർണിംഗ് വരാം. സോ നമ്മളിങ്ങനെ വോക്ക് ചെയ്ത് വരുമ്പോ ഭയങ്കരമായിട്ട് വേർത്തു. പിന്നെ ഷോപ്സ് എല്ലാം ഓപ്പൺ ആണ്. ഒരുപാട്
സ്ത്രീകള്, പോലീസ് എല്ലാവരും നടക്കുന്നുണ്ട്. സേഫ് ആണ്. പിന്നെ പബ്ലിക്കായിട്ട് എല്ലാവരും എല്ലാം ചെയ്യും, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടന്നു. സോ നമ്മളിങ്ങനെ വാട്ട് എ സ്മെൽ. നാട്ടിലെത്തി. ഇവിടെ ഗംഗയൊക്കെ ഒഴുകാണ്. ഇപ്പൊ സമയം 3 മണിയാണ്. സോ ഇവിടെ വഴിയിൽ ബോഡി ഉണ്ടാവും എന്നൊക്കെ പറയാം. സോ ഞങ്ങൾ അങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ഇവിടെ മൊത്തം ആൾക്കാരുണ്ട്. ഇവിടെ ഭയങ്കര സ്മെല്ലുണ്ട്. എന്റെ ഒരുമാതിരി സ്മെല്ല് നമുക്കത് ഫീൽ ആവും. ഇവിടെ കണ്ടോ ബോഡിയൊക്കെ കിടക്കുന്നു. यहाँ से फूट जाएगा, ऊपर बॉडी जहाँ जल रहा है वहाँ दिखाएगा। ഇതൊക്കെ ബോഡീസ് ആണ്. ഇവിടെയൊക്കെ ബോഡി നിരത്തിയിട്ടേക്കുക. പക്ഷെ ഇത് വഴിയാണ്. പക്ഷെ ഈ വഴി വരെ വെള്ളം എത്തിയിട്ടുണ്ട്. കണ്ടോ? അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകട്ടെ. എനിക്ക് ഇതുവഴി നടന്ന് പോയിട്ട് ബോഡി കത്തിക്കുന്ന സ്ഥലം കാണാമായിരുന്നു. പക്ഷെ അവിടെ അമ്പലമുണ്ട്. ഇത് നോക്കി ഇവിടെ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പായി നിൽക്കുക, പോകാൻ പറ്റാണ്ട്. സോ ഞങ്ങൾ ഇത്രയും നേരം നടന്നത് വെറുതെ 45-50 മിനിറ്റോളം നടന്ന് വന്നതാണ്. സ്മെല്ലുണ്ട് ബോഡിയുടെ. അങ്ങനെ ഞങ്ങൾ വാരണാസിയിലെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇന്ന് സത്യം പറഞ്ഞുള്ള എനർജി മൊത്തം പോയി. ഞങ്ങളൊരു 5 കിലോമീറ്ററിലധികം, ഓൾമോസ്റ്റ് ഒരു 6 കിലോമീറ്ററോളം നടന്നിട്ടാ പോയത്. സത്യം പറഞ്ഞാൽ നമുക്ക് 200 രൂപയുള്ളൂ വണ്ടിക്ക്. പക്ഷെ നമ്മൾ വിചാരിച്ചു വേണ്ട, നമ്മളിത് വന്നത് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാനാ. സോ നമുക്ക് നടന്നിട്ട് തന്നെ പോവാൻ വിചാരിച്ചിട്ട് ഇതിന് മുമ്പുള്ള വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അവിടെ പോയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. എനിക്കൊക്കെ എല്ലാ കാര്യത്തിലും ടെൻഷനാ. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്ന. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ വന്ന ഒരുപാട് പേരുടെ ലൈഫ് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. കാരണം ഇവിടെ ഓരോ ആൾക്കാര് ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട്, കാരണം റോട്ടില് കിടക്കുന്ന ഞാൻ പറഞ്ഞു ഡെഡ് ബോഡി കത്തിക്കുന്ന അവിടെ കുറെ മനുഷ്യന്മാര് ജീവിക്കുന്നുണ്ട്. 100 രൂപയ്ക്കും 200 രൂപയ്ക്കും വേണ്ടിയിട്ടൊക്കെ. സത്യം പറഞ്ഞാൽ ആ ഒരു ധൈര്യം സമ്മതിക്കണം. ഇന്നിപ്പോ രാവിലെ മുതൽ ട്രാവൽ ചെയ്ത് വന്ന് ഈവനിങ് ആയപ്പോഴേക്കും വേറെ ഏതോ ലോകത്തെത്തിയ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങോട്ട് വരണം. അത് വേറെ ഒന്നിനും അല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളൊക്കെ എത്ര നല്ല ലൈഫിലാണ് ജീവിക്കുന്നത്. ഇവിടെ ലൈഫ് മോശമാണല്ല, പക്ഷെ എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആൾക്കാരെന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഞങ്ങൾ 6 കിലോമീറ്റർ നടന്ന് വന്ന് ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ടാണ് കുളിച്ചത്. കാരണം എല്ലാവരും ഭയങ്കര വയ്യാതായിട്ട് ഓരോരുത്തരായിട്ട് ഭൂമി കയറി എവിടെ ഡ്രസ്സൊന്നും തൊടാണ്ട് വേഗം പോയി കുളിച്ചു. കാരണം നമ്മൾ അവിടെയൊക്കെ പോയി വന്നതല്ലേ, കത്തിക്കുന്നിടത്തൊക്കെ പോയി വന്നതുകൊണ്ട് ഞങ്ങൾ കുളിച്ച് ഇപ്പൊ കിടന്ന ഉറങ്ങും. സോ നമ്മുടെ വാരണാസിയുടെ ഫസ്റ്റ് ഡേ ആണ്. ഇനിയും നമ്മൾ 4 ദിവസം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വാരണാസി വിശേഷങ്ങൾ, ഫുഡ്, കുറെ സ്ഥലങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വേഗം തന്നെ പോയി ഷെഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. കാരണം ഞാൻ ഭയങ്കര ടയർഡാണ്. ഞാൻ അങ്ങ് ഉറങ്ങാൻ പോവാണ്.